ഇന്നത്തെ മീറ്റ് പട്ടാമ്പിയിൽ വെച്ചായതുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങേണ്ടി വന്നു. 6 മണിക്ക് എറണാകുളത്തു നിന്നായിരുന്നു ട്രെയിന്. ചെറിയൊരു പ്രത്യേകതയുള്ള യാത്രയാണ് കേട്ടോ. ഞാൻ ഇന്ന് മീറ്റിന് വരുന്നത് അറിയാവുന്നത് ഒരാൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ സർപ്രൈസ് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ അവിടെ നിന്ന് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഉള്ളാനൂർ ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുന്ന സ്പോട്ടിലെത്തി. വന്നല്ലോ. എസ്പിയുടെ കാർ തന്നെയല്ലേ പറഞ്ഞത്. ഞെട്ടലുകളൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇങ്ങനെ ഞാൻ പേടിച്ചിട്ടില്ല ഭായി. കറക്റ്റ് കണ്ണ. ജീവിതത്തിൽ കുറച്ച് പേടി വേണം. എനിക്ക് മുട്ടം പണി കിട്ടും. നല്ല ശബ്ദം ഞാൻ കേട്ടല്ല. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം ഒക്കെ തുടങ്ങി. ഇന്നും ഒരുപാട് ആൾക്കാരിലേക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു. അവരവരുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന സിൽഷയെ ഒഴിച്ച് വേറെ ആരെയും എനിക്ക് പരിചയമില്ലായിരുന്നു. പക്ഷേ ഇന്ന് അവരുടെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എത്തിക്കാൻ വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ലൈഫിൽ ഞാനും എൻ്റെ ലൈഫിൽ അവരും ഇമ്പോർട്ടൻ്റ്. അങ്ങനെ അവിടെ നിന്ന് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു കേട്ടോ. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. കുറച്ചു നേരം മിണ്ടി പറഞ്ഞിരിക്കുമ്പോഴേക്കും ട്രെയിൻ വന്നു. അങ്ങനെ അവർ കണ്ണൂരേക്കും ഞാൻ ആലപ്പുഴയിലേക്കും ട്രെയിൻ കയറി. ഞങ്ങളുടെ യാത്ര അവസാനിച്ചിട്ടില്ല കേട്ടോ. ഇനിയും ഒരുപാട് ആൾക്കാരിലേക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ യാത്ര തുടരുകയാണ്.